ചൈന കാലുവാരിയിരിക്കുകയാണ്. ഇന്ത്യയാണ് ഞങ്ങളുടെ ചങ്ക്. ഇന്ത്യക്കപ്പുറം ഞങ്ങൾക്ക് ഇനി ആരും വേണ്ട. ഇന്ത്യക്കൊപ്പമാണ് ഞങ്ങൾ. പാകിസ്ഥാൻ ഇപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുകയാണ്. അതായത് പാകിസ്ഥാന് ഞങ്ങൾ ഒരു തരത്തിലുള്ള ആയുധവും കൊടുക്കില്ല. ഭീകരവാദത്തെ ഞങ്ങൾ ഒരിക്കലും വച്ച് വാഴിക്കില്ല. അത് നടത്തുന്നത് പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യയോടൊപ്പം പാകിസ്ഥാൻ ഭീകരരുടെ തല അരിയാൻ ഞങ്ങൾ മുന്നിലുണ്ടാകും. പറയുന്നത് ചൈനയാണ്. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം ലോകത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാരമാണ്, കച്ചവടമാണ്, പണമാണ്. മുമ്പും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. ആഡം സ്മിത്തിൻ്റെ കാലം മുതൽ ഇത് ഉള്ളതാണ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള പുസ്തകം വന്ന അന്ന് മുതൽ ഈ മുതലാളിത്തത്തിൻ്റെയും അതേപോലെ തന്നെ ഫ്രീ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തിൻ്റെയും വരവ് നമ്മൾ കണ്ടതാണ്. അതിലൂടെയാണ് ലോകം സഞ്ചരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിയോ ലിബറൽ പോളിസികളുടെ ഈ കാലഘട്ടം എങ്ങനെയാണ് ഏറ്റവും മികച്ച കച്ചവടം നടത്താൻ പറ്റുന്നത് എന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നമ്മൾ ഇന്ന് ഈ ചർച്ചയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, റെസിപ്രോക്കൽ ടാക്സസ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം താൽക്കാലികമായിട്ട് ചൈനയും അമേരിക്കയും നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ ട്രംപ് അങ്ങനെയല്ല പറഞ്ഞത്, നിന്നെയും ശരിപ്പെടുത്തും, 250% ഡ്യൂട്ടി അടിച്ച് നിൻ്റെ ഒറ്റ ഉൽപ്പന്നം പോലും ഞങ്ങളുടെ ഇവിടെ ലോകത്ത് വിൽക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ചൈന പറഞ്ഞു, നീ 250 അടിച്ച് ഞങ്ങൾ 300 അടിക്കും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇവരുടെ സംഭാഷണം തന്നെ നിന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. മാത്രമല്ല, അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച വലിയ മാറ്റം എന്ന് പറയുന്നത് വിപണിയിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളാണ് സ്വർണത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി. സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് അസാധാരണമായ രീതിയിൽ ഉയർന്നു. പക്ഷേ ഈ രണ്ട് ചേട്ടൻ ബാവയും മനിയം ബാവയും എന്ത് ചെയ്തു? ഇത് മാറ്റാൻ തീരുമാനിച്ചവരോട് സംഭവിച്ചെന്താണ്? 2500 രൂപയാണ് ഒരു പവന് ഒറ്റ ദിവസം ഇടിഞ്ഞു പോയത്. മാർക്കറ്റ് ഇടിയുന്ന കാഴ്ച കണ്ട് പല ആൾക്കാരുടെയും തലയുറ്റി വീഴുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിലാണ്, വിപണിയിലാണ് ഇവരുടെ ശ്രദ്ധ മുഴുവനും. ആ ശ്രദ്ധയാണ് ചൈനയെ ഇന്ത്യയുടെ സുഹൃത്താക്കി മാറ്റുന്നത്. ലോകത്തെ എല്ലാവർക്കും ഇന്ത്യ വേണം. കാരണം ലോകത്തെ ഏറ്റവും മികച്ച മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടേതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അമേരിക്ക നമ്മളുടെ പുറകെ നടക്കുന്നത്, ജർമ്മനി നമ്മളുടെ പുറകെ നടക്കുന്നത്, ഇറ്റലി നമ്മളുടെ പുറകെ നടക്കുന്നത്, അമേരിക്കയുടെ പല ഭാഗത്തുമുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മളുടെ പിന്നാലെ നടക്കുന്നത്. ചൈനയ്ക്കും നമ്മളെ വളരെ ഇഷ്ടമാണ്. കാരണം എന്താണ്? അവരുടെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേട്ട രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ദരിദ്ര രാഷ്ട്രം, ഒരു സാധനം വാങ്ങാനായിട്ടുള്ള ശേഷിയില്ലാത്ത രാഷ്ട്രം. പ്രത്യേകിച്ച് യുദ്ധം കഴിഞ്ഞതിന് ശേഷം, എനിക്കൊന്ന് യുദ്ധത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ ചൈനയും പാകിസ്ഥാനും നമ്മളെ ബന്ധം പരിശോധിച്ചാൽ ആയുധ കച്ചവടത്തിൻ്റെ വലിയ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. 81% ആയുധങ്ങളും പാകിസ്ഥാന് വേണ്ടി നൽകിയത് ചൈനയായിരുന്നു. അത്തരം സാധനങ്ങൾ വിറ്റഴിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് കടമുണ്ടെന്ന് വന്നു പാകിസ്ഥാന്. അപ്പോൾ ആ കടം പോലും ഇനി തിരിച്ചു കിട്ടാൻ പറ്റുന്ന സ്ഥിതിയിലല്ല കാര്യങ്ങൾ എന്ന് യഥാർത്ഥത്തിൽ പൈസ കൊടുത്ത് ആയുധങ്ങൾ വാങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ലെന്ന് ചൈന തിരിച്ചറിഞ്ഞു. ചൈനയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമാണല്ലോ അവരുടെ. അതെ, അവർ ഉൽപ്പന്നം കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പം ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഫ്രാൻസിൻ്റെ ആയുധ കമ്പനി റാഫേൽ പോലെയുള്ളതായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിച്ച ആ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ സ്വല്പം ഇടിഞ്ഞു. അതേസമയത്ത് ചൈനയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്, ഈ ആയുധം ഉണ്ടാക്കുന്ന കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ അല്പം ഉയർന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം റാഫേൽ എന്ത് വിലക്കാണോ കൊടുക്കുന്നത് അതിൻ്റെ 1/3 വിലയ്ക്ക് റാഫേലിന് സമാനമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ ചൈന തയ്യാറാണ്. ചൈനയ്ക്ക് ഒറ്റ കാര്യമുള്ളൂ, സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് വിറ്റഴിക്കുക, അങ്ങനെ ലോക മാർക്കറ്റിൽ അടിപൊളി മാറ്റങ്ങൾ വരുത്തുക. അത് നമ്മൾ നേരത്തെ IT മേഖലയിലൊക്കെ കണ്ടതാണ്. അമേരിക്കയെ അടിച്ചിട്ടത് നമ്മൾ മനസ്സിലാക്കിയാണ്. ഇതാ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലും യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ബാക്കി പത്രം, അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയാണ് വിപണികൾ സ്വന്തമാക്കേണ്ടത്, എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കേണ്ടത്. അവർ ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്നതായിട്ടുള്ള ഓഫർ ഇതാണ്: നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് ഞങ്ങൾ സാധനം തരാം. മറ്റ് കമ്പനികളൊക്കെ 100 രൂപക്ക് തരുന്ന സാധനം ഞങ്ങൾ 10 രൂപ തരും, വരൂ വന്ന് വാങ്ങൂ എന്നവരാണ്.
നമ്മൾ പറയും അത് പലതും എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളെപ്പോലെ ഇരിക്കുന്നതാണ്. ഈ യുദ്ധത്തിലും അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ അത് പ്രതിഫലിച്ചത് ഇങ്ങനെയാണ്. കാരണം എന്താണ് ഈ റാഫേൽ നിർമ്മിച്ച കമ്പനിയുടെ, ഫ്രഞ്ച് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ സ്വല്പം ഇടിഞ്ഞു. അതേസമയത്ത് അതിനെതിരെ ഉപയോഗിക്കപ്പെട്ടതായിട്ടുള്ള ആയുധം നിർമ്മിച്ചായിട്ടുള്ള ചൈനീസ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ അല്പം ഉയരുകയും ചെയ്തു. അവിടെ നോക്കിയിട്ടാണ് ലോകം എന്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചൈന പ്രഖ്യാപിച്ചു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചൈന പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ഇനി ഒറ്റ സുഹൃത്തേ ഉള്ളൂ, അതാരാണ്? ഇന്ത്യയാണ് എന്ന് പറഞ്ഞു. പഴയ കാലത്ത് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ചീന ഭായി ഭായി എന്ന് പറഞ്ഞ് വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ചൗവൻലായുടെ കാലത്തായിരുന്നു അത് സംഭവിച്ചിരുന്നത്. അത്ര നല്ല ബന്ധം ചൈനയും അതേപോലെ ഇന്ത്യയും തമ്മിലൊക്കെ ഉണ്ടായി. പക്ഷേ ആ ബന്ധം തകർന്നു പോയത് ദലൈലാമ എന്ന് പറയുന്ന മനുഷ്യൻ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായി കടന്ന സമയത്ത് നമ്മളുടെ ആതിഥേയ ധർമ്മം അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് ഹസീന ഓടി ഇവിടെ വന്നപ്പോൾ നമ്മളെന്താ പറഞ്ഞ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവർക്ക് സംരക്ഷണം കൊടുക്കുക. ദലൈലാമയ്ക്കും അങ്ങനെ തന്നെയാണ് ഇന്ത്യ സ്വീകരണം നൽകി, അയാൾക്ക് സംരക്ഷിച്ചു. ഇത് ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെയാണ് ചൈന ആവശ്യമില്ലാതെ ഇന്ത്യയുമായിട്ട് ശത്രുത ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷേ വീണ്ടും നല്ല കാലങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്നുവെച്ചാൽ ഈ യുദ്ധത്തിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഭീകരർക്കെതിരായിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു എന്നത് മാത്രമല്ല, ഇന്ത്യക്ക് കിട്ടിയ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് നല്ല അയൽക്കാരനായിട്ടുള്ള നല്ല സമരക്കാരനായിട്ടുള്ള സുഹൃത്തിനെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചൈന പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഇന്ത്യക്കത് യുദ്ധാനന്തരമായിട്ടുണ്ടായ ഒരു നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ എത്രത്തോളം അതിൽ ശരിയുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയില്ല. എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന അങ്ങനെയാണ്, ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് ചൈന സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വാർത്ത നമ്മൾ കേട്ടത്. ഒരു കാരണവശാലും പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കില്ല, പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കില്ല, പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ വളരാനും അതേപോലെ തന്നെ പ്രവർത്തിക്കാനും അനുവദിക്കുകയില്ല എന്നെല്ലാം പറയുന്ന ഒരു ചൈനയാണ് നമ്മൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതായിട്ടുള്ള ഈ പ്രതിഭാസത്തിൻ്റെ കൂടി ഒരു റിസൾട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ പൊതുവെ ഈ ചൈനയെ സംബന്ധിച്ച് ചൈന പണം എറിഞ്ഞ് പണം വാരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴല്ല കുറച്ച് നാളുകളായി അങ്ങനെയാണ്. അപ്പൊ ഇനി പാകിസ്ഥാനോടൊപ്പം നിന്നാൽ ചൈനയ്ക്ക് ലക്ഷ്യങ്ങൾ കണ്ടെത്താനോ പണം വാരാനോ കഴിയില്ല. ഇപ്പോ ഭീകരതയെ വളർത്തുന്ന പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്താൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് അതൊരു വലിയ നേട്ടമാണ്, കാരണം പണം കിട്ടും. പക്ഷെ ഇവിടെ നിന്ന് അതുപോലും പ്രതീക്ഷിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ചൈന ഇപ്പോൾ ഒരു അടവ് മാറ്റ നയം എടുക്കുന്നത്. അതെ, പണമില്ലാത്ത രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് ഇനിയുള്ള കാലത്ത് ഒരു രാഷ്ട്രം ഉണ്ടാവില്ല. പണമില്ലാത്തവൻ പിണം. അത് രാഷ്ട്രമായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രത്തെ അങ്ങനത്തെ പിണരാഷ്ട്രമായിട്ട് ആര് കണക്കാക്കുന്നു? ചൈന കണക്കാക്കുന്നു. അതുകൊണ്ട് വേണ്ട മോനെ, നമുക്കിനി കച്ചവടമില്ല, സൗഹൃദമില്ല, ഒരു പരിപാടിയും നിങ്ങളുമായിട്ടില്ല. എൻ്റെ കാരണം ഇതാണ്, അവർക്കതുകൊണ്ട് മെച്ചമൊന്നുമില്ല എന്നുള്ളതാണ്. അത് പുതിയ ലോകത്തിൻ്റെ ഒരു ഫിലോസഫിയാണ്. മുൻകാലങ്ങളിൽ ഇപ്പം നമുക്ക് നേരത്തെ ഒരു ലോക വ്യവസ്ഥയുണ്ടായിരുന്നു. നമ്മളതിനെ വിളിച്ചിരുന്നത് ബൈപോളാർ വേൾഡ് എന്നാണ്. ബൈപോളാർ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇരുധ്രുവ ലോകം. അപ്പോൾ രണ്ട് ശാക്തിക ചേരികളായി, രണ്ട് പവർ ബ്ലോക്കുകളായി ലോകം മാറിയുന്നൊരു കാലമാണ്. അന്ന് ഈ രണ്ട് ബ്ലോക്കുകളിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് എതിരെ മറ്റൊരു രാഷ്ട്രം ഒരു ബോംബെറിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്താൽ ഇപ്പോൾ അത് ചോദിക്കാൻ ഇവർ ആ പവർ ബ്ലോക്ക് തയ്യാറാവുമായിരുന്നു. അവിടെ പണത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല, അതൊരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് അന്ന് എടുത്തിരുന്നത്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ തൊടാൻ മറ്റൊരു രാഷ്ട്രത്തെ അനുവദിക്കില്ല എന്ന കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് ലോകം കൈയൊഴിഞ്ഞു. അതിനൊന്നും ഒരു പ്രസക്തിയും ഇനി ഇല്ല. പണം മാത്രമാണ് പ്രധാനപ്പെട്ടത്. നിയോ ലിബറൽ വേൾഡ്, ഗ്ലോബലൈസേഷന് ശേഷമുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ആഗോളവൽകൃത സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടായിട്ട് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ട. കാരണം വെച്ചാൽ ഇന്നത്തെ ഈ പുതിയ കാലം ഇതാണ്. ഇത് മനസ്സിലാക്കി ഈ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ ആ രാഷ്ട്രങ്ങൾക്ക് ഒരു കാരണവശാലും നിലനിൽക്കാനായിട്ട് പറ്റിയില്ല. പാകിസ്ഥാനൊക്കെ പഠിക്കേണ്ട കാര്യം അതാണ്. ഇസ്രായേൽ അത് പഠിപ്പിച്ചു ലോകത്തെ. പക്ഷേ ഇസ്രായേലിൽ വൻപിച്ച തോതിൽ പണനഷ്ടം സംഭവിച്ചുകൊണ്ടാണ് അവരുടെ ആ പ്രവർത്തനങ്ങൾ അവർ നടത്തി മുന്നോട്ട് പോയത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കുറേ ആൾ കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു കാര്യം ഉറപ്പാണ്,
പണമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ എൻജിൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എവിടെ നിന്ന് പണം കിട്ടും, അവരുടെ ഒപ്പം ആളുകൾ നിൽക്കാനായിട്ട് തയ്യാറാണ്. ചൈന അത് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചൈനയുടെ ഒരു പോളിസി, കമ്മ്യൂണിസ്റ്റ് പോളിസി എന്നൊക്കെ പറയുന്നത് ഒരിടത്തും നമുക്ക് തപ്പിയ പോലും കാണാനായിട്ട് പറ്റാത്ത രീതിയിലേക്ക് ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് വലിയ സ്വാർത്ഥതയാണ്. അവർ എങ്ങനെയാണ് ലോകത്തിൻ്റെ പണം അമാസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പറ്റുന്ന തരത്തിലുള്ള പോളിസികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശത്രുവും മിത്രവും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവർക്ക് വേണ്ടാച്ചരക്കായിട്ട് വലിച്ചെറിയപ്പെടുകയും ഇന്ത്യ അവരുടെ ചങ്കിലെ പോരാളിയായി മാറുകയും ചെയ്തിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം.